നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നലെ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. ഞങ്ങളൊരു 5 മണിക്ക് ശേഷമാണ് തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രാദേശികത്തിൻ്റെ ക്യൂ ഒന്നും കണ്ടിരുന്നില്ല കേട്ടോ, കാരണം കുറച്ച് പേരൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അയ്യപ്പൻ്റെ അതിലൂടെ കടന്നിട്ട് അപ്പോൾ ജനറൽ ക്യൂ വരുന്നുണ്ടായിരുന്നു. അതിലൂടെ തന്നെ ഞങ്ങൾക്കും അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു. ഇന്നലെയും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു ശ്രീലകത്ത്. നമ്മുടെ പൊന്നുണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ കയറി ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. 4 തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് ചതുർബാഹുവൊക്കെ ആയിട്ടാണ് ഇരിപ്പെങ്കിലും കൂടെ ആ മുഖം കാണുമ്പോൾ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ നന്നായി ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് നമ്മളെ നോക്കി സന്തോഷത്തോടെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നത്. 3 തിരുമുടിമാലകൾ ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തേത് തെച്ചിയും തുളസിയും നന്ദ്യാർവട്ടവും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു. അതിൽ ആ വെളുത്ത നന്ദ്യാർവട്ടപ്പൂക്കളാണ് ധാരാളമായിട്ട് കാണുന്നുണ്ടായിരുന്നത്. രണ്ടാമത്തേത് താമരയാണ് കൂടുതൽ കാണുന്നത്, കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂന്നാമത്തേത് താമരയും തെച്ചിയും നന്ദ്യാർവട്ടും ഒരേ അളവിൽ ഇങ്ങനെ കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു. അതുകൂടാതെ ഒരു ഉണ്ടമാല ഭഗവാൻ ഉണ്ടായിരുന്നു. താമരപ്പൂവിൻ്റെ ഇതൾ കൊണ്ടാണ് മുഴുവനായിട്ട് ആ താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ പാദത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസി കൂടെ ചേർത്ത് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അതിന് നടുക്കാണ് ഗരുഡൻ്റെ പുറത്തേറിയിട്ട് നമ്മുടെ ഉണ്ണി ഇരിക്കുന്നുണ്ടായിരുന്നത്. ഗരുഡനെയൊക്കെ ചെറിയൊരു ഗരുഡനാണേ, ചെറിയൊരു ഉണ്ണിയാണ്. തൃക്കൈകളൊക്കെ 4 ഉണ്ടെന്നേ ഉള്ളൂ. ചെറിയൊരു രൂപത്തിലെ നമ്മുടെ ഗരുഡനെ ചാർത്തിയിട്ടുണ്ട്. അതിന് പുറത്ത് ഒരു തൂവെള്ള നിറത്തിലുള്ള പട്ടുടയാടിയൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു ചുറ്റിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ കുഞ്ഞു തൃപ്പാദങ്ങളിലെ നല്ല ചന്തത്തിലെ കാൽത്തളകളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വളയം പോലത്തെ മാലയുണ്ടല്ലോ, അതിന് നടുക്കായിട്ടൊരു ഗോപി തിലകമുണ്ട്. കാതുപൂക്കളൊക്കെ ചൂടിയിട്ട് നെറ്റിയിലും ഒരു ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. 4 കൈകളിലും ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ്. ശംഖും ചക്രവും സ്വർണത്തിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. പത്മത്തിന് പകരമായിട്ടൊരു താമര കൊടുത്തിട്ടുണ്ട്. ഗദ ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ഗരുഡന് പുറത്തേറി വന്നിട്ടുള്ള ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ, ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ നേരെ ഗണപതിയെ തൊഴാനായിട്ടാണ് എത്തിയത്. ഗണപതിക്ക് ഇന്നലെ പച്ച നിറത്തിലുള്ള ഒരു കസവിൻ്റെ ഉടയാടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അരയിൽ ചുവന്ന നിറത്തിലെ പട്ട് നിറയെ ഡിസൈനുകളോട് കൂടിയിട്ട് ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടുണ്ട്. അതിൻ്റെ 2 ഭാഗം ഈ തോളിലൂടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. 2 കൈകളിലും മുദ്രയൊക്കെ പിടിച്ചിട്ട് ആ കൈവെള്ളയിൽ ചുവപ്പും വെളുപ്പും നിറത്തിലെ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു മാലയൊക്കെ അണിഞ്ഞിട്ട് തുമ്പിക്ക് മുകളിലായിട്ട് ചുവന്ന നിറത്തിലെ ഒരു പട്ട് പോലെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലും ഈ സ്വർണത്തിൻ്റെ മാലകൾ കൊണ്ട് ഡിസൈനുകൾ ഉണ്ട് കേട്ടോ. 2 കാതുകളിലും യു ഷേപ്പിലെ ചുവപ്പും വെളുപ്പും നിറത്തിൽ കുറികൾ ചാർത്തിയിട്ടുണ്ട്. കിരീടമൊക്കെ നല്ല ചന്തത്തിൽ തന്നെ ചാർത്തിയിട്ടുണ്ട്. അതിൽ പട്ടും ഈ സ്വർണ്ണ നിറങ്ങളൊക്കെ കൊണ്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നടുക്കായിട്ട്, കിരീടത്തിൻ്റെ നടുക്കായിട്ടാണ് ചന്ദനക്കല വെച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ ഇടതുഭാഗത്താണ് മയിൽപ്പീലി ചൂടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചന്തത്തിലിരിക്കുന്ന ഗണപതിയായിരുന്നു. അവിടെ തൊഴുത് ഞങ്ങൾ തിരിഞ്ഞ് സരസ്വതീ ദേവിയെ തൊഴുതു. പിന്നെ നമ്മുടെ കുഞ്ഞേഷ്ണനെ തൊഴുത് അങ്ങനെ കന്നിമൂലക്കിലുള്ള ഗണപതിയെയും ഓരോ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്ന് ഭഗവാന്റെ പടിഞ്ഞാറു ഭാഗത്തെത്തി നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു. അവിടെ ഇന്നലെ ധാരാളം താമര ഇതൾ കൊണ്ട് കോർത്തിട്ടുള്ള മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ എല്ലാവർക്കും, ഭഗവാനും ലക്ഷ്മി ദേവിക്കും ഭൂമി ദേവിക്കും ബ്രഹ്മാവിനും ഒക്കെ മുല്ലപ്പൂ മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നന്നായി തൊഴുതിട്ടാണ് ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്നത് കേട്ടോ. 9ാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അവിടെയും ഇന്നലെ ധാരാളം തുളസിമാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പല നിറത്തിലുള്ള കടലാസിൽ എഴുതിയിട്ടുള്ള നാമമാലകൾ ഉണ്ടായിരുന്നു. ഒരു ഓടക്കുഴലും മയിൽപ്പീലിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭഗവാന്. അവിടെ നന്നായി തൊഴുതിട്ട് മുരുകനെ തൊഴുതും അത് കഴിഞ്ഞ് ആഞ്ജനേയനെ തൊഴുതും. അവിടെ ഇന്നലെ വെറ്റിലമാലകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെയും കാളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് ഭഗവാന്റെ ആ വടക്ക് ഭാഗത്തെത്തിയിട്ട് താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചത്. പിന്നെയും പടിഞ്ഞാറു ഭാഗത്തെത്തി നമ്മുടെ നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത്.
അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മയെ തൊഴാനായിട്ടാണ് കേട്ടോ പോയത്. ഭഗവതിയമ്മയ്ക്ക് ഇന്നലെ വലിയൊരു സ്വരൂപത്തിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ മുഖം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു കിരീടമാണ് ഭഗവതിയമ്മ ചൂടിയിട്ടുണ്ടായിരുന്നത്. ചുവപ്പ് നിറത്തിലുള്ള ഒരു ഉടയാടയാണ്. നല്ല വലിപ്പത്തിൽ തന്നെ തോന്നിക്കുന്ന ഒരു രൂപമായിരുന്നു കേട്ടോ. അതുകൂടാതെ വെണ്ണ പോലെ ചെറിയൊരു മഞ്ഞയും കൂടെ കലർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ഉത്തരീയം കൂടെ ഭഗവതിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ വലിയ ഒരു രൂപത്തിൽ വലിയൊരു ഭഗവതിയമ്മയായിട്ടായിരുന്നു ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 5ഓളം മാലകൾ ഇന്നലെ ഭഗവതിയമ്മ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. കല്ല് പതിപ്പിച്ച മാലകളും സ്വർണത്തിന്റെ മാലകളൊക്കെ ആയിട്ട് നല്ല ചന്തത്തിലെ കാതുപൂക്കൾ ചൂടിയിട്ടുണ്ടായിരുന്നു. നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ടൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ വെളുപ്പ് നിറത്തിൽ ഒരു കുറിയും കൂടെ ഭഗവതിയമ്മ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുണ്ടൊക്കെ നല്ല കുങ്കുമത്തിന്റെ നിറത്തിൽ ഇങ്ങനെ ചുവന്നിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. കിരീടമൊക്കെ വലിയ കിരീടം ചൂടിയിട്ട് ഈ കാതുപൂക്കൾക്ക് മുകളിലായിട്ട് വേറെയും കാതുപൂക്കളുണ്ട്. അതേപോലെ തന്നെ കിരീടത്തിന്റെ ഒരു ബാക്കി ഭാഗം പോലെ വലിയ കാതുപൂക്കൾ അങ്ങനെയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഗംഭീര രൂപത്തിലാണ് ഇന്നലെ ഭഗവതിയമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറകിലെത്തിയിട്ട് മമ്മിയൂരപ്പനെ തൊഴുതു. പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ ചുവട്ടിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ പുറത്തുനിന്ന് സീനിയർ സിറ്റിസന്റെ ക്യൂ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കടക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് വശത്തു കൂടെയാണ് ഞങ്ങൾ അയ്യപ്പനെ തൊഴാനായിട്ട് പോയത്. അയ്യപ്പൻ ഇന്നലെ പച്ച നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു. അരികത്ത് ഇങ്ങനെ കസവൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതായിരുന്നു. അത് കൂടാതെ ചുവന്ന നിറത്തിലൊരു പട്ട് അരയിൽ ഇങ്ങനെ മുറുകെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു കാശുമാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കഴുത്തിലൊരു സ്വർണ്ണപ്പൂ കൂടെ വെച്ചിട്ടുണ്ട്. കാതുപൂക്കളുണ്ട്. നെറ്റിയിലായിരുന്നില്ല ഗോപീതിലകം, കിരീടത്തിന്റെ മുകളിലായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തോട് കൂടിയിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അവിടെയും നന്നായി ഒന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തി. ആ അകത്തുള്ള വിളക്കൊന്ന് കണ്ടു തൊഴുത് പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പിന്നെയും കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോഴും അവിടെ സീനിയറിന്റെ ക്യൂ ഇടുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ അകത്ത് കയറുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. എന്നിട്ട് എനിക്കൊരു അടിപ്രദക്ഷിണം കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി നമുക്ക് ചെറിയൊരു കഥ പറയാം. ഒരു ഭക്ത എൻ്റെ അടുത്ത് പറയാനായിട്ട് ആവശ്യപ്പെട്ട ഒരു കഥയാണ് കേട്ടോ. ഓണക്കാലമൊക്കെ അല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനും ഓണവും തമ്മിലുള്ള ഒരു ബന്ധമുള്ള ഒരു കഥയാണ്. ഗുരുവായൂരപ്പൻ ഓണക്കോടി ചോദിച്ച് വാങ്ങിയിട്ടുള്ള ഒരു കഥ കേട്ടോ. ക്ഷേത്രം ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി തിരുമേനിയുടെ കഥയാണ്. അപ്പോൾ ഇതിന് നോട്ട്സ് കിട്ടിയ സമയത്ത് അത് വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ വിഷ്ണുവാണ് പറഞ്ഞത് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കാമല്ലോ എന്ന്. അങ്ങനെ മല്ലിശ്ശേരി തിരുമേനിയെ നേരിട്ട് വിളിച്ച് അദ്ദേഹം പറഞ്ഞു തന്ന ആ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. വളരെ പണ്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. മല്ലിശ്ശേരി തിരുമേനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിന് ധാരാളമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴാണ് തനിക്കൊരു കുഞ്ഞ് പിറക്കുക എന്നുള്ള ഒരു സങ്കടം ഭഗവാന്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹം ദാനധർമ്മങ്ങളൊക്കെ ധാരാളമായിട്ട് ചെയ്തിരുന്നു കേട്ടോ. ഭക്ഷണം ഇല്ലാത്തവർക്കും വസ്ത്രമില്ലാത്തവർക്കൊക്കെ നന്നായി അദ്ദേഹം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓണക്കാലത്തും ഓണപ്പുടവ കൊടുക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട് കേട്ടോ. അങ്ങനെ ഓണപ്പുടവ കൊടുക്കാനായിട്ട് അദ്ദേഹം പുടവയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. കുട്ടികൾക്കൊക്കെ അതിങ്ങനെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് മിടുക്കനായിട്ടുള്ള തേജസ്വി ആയിട്ടുള്ള ഒരു ഉണ്ണി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓണപ്പുടവ ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിയാനായിരിക്കുന്നു കൊടുത്തിട്ടേ. അങ്ങനെ ഒരു പുടവ അദ്ദേഹം എടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഒരെണ്ണം കൂടി ഉള്ളൂ. അപ്പോൾ ഉണ്ണി പോവാതെ നിൽക്കുക. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ പറയാം അതുകൂടെ വേണമെന്ന്. അങ്ങനെ രണ്ടാമതുള്ള ആ അവസാനത്തെ പുടവ കൂടെ ഉണ്ണിക്ക് എടുത്തു കൊടുത്തു കേട്ടോ അദ്ദേഹം. എന്നിട്ടും ഉണ്ണി അവിടെ നിന്ന് പരിങ്ങുക, പോകുന്നില്ലേ. അപ്പോൾ ചോദിച്ചപ്പോൾ പറയാം എനിക്ക് ആ പിശാങ്കത്തി കൂടെ വേണമെന്ന്. ഈ പിശാങ്കത്തി പറയുന്നത് പണ്ടൊക്കെ പുടവ ഇങ്ങനെ മുറിച്ചിട്ടാണല്ലോ കൊടുക്കുക. അപ്പൊ അത് മുറിക്കാൻ ഉപയോഗിക്കുന്ന അകത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കാൻ സാധിക്കുന്ന ഒരു കത്തിയാണ് പിശാങ്കത്തി എന്ന് പറയുന്നത്. അതുകൂടെ വേണത്ര ഉണ്ണിക്ക്. അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം? ആ കത്തി കൂടെ ഉണ്ണിക്ക് കൊടുത്തു. അങ്ങനെ ഉണ്ണി പോയിട്ട് അവിടുന്ന് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം നിർമ്മാല്യം തൊഴാനായിട്ട് എത്തിയപ്പോഴാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും കാണുന്നത് അദ്ദേഹം കൊടുത്ത ആ 2 പുടവ ഭഗവാന്റെ ശ്രീലകത്തിരിക്കുന്നു. ആ കത്തിയും കൂടെ ഉണ്ട് ഇത്ര അവിടെ. അപ്പോഴാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഇന്നലെ തൻ്റെ അടുത്ത് വന്നിട്ട് ഓണപ്പുടവ ചോദിച്ചു വാങ്ങിയത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. ഗുരുവായൂരപ്പൻ നേരിട്ട് കണ്ടിരിക്കല്ലേ. പിന്നെ അതിനുശേഷം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉണ്ണി പിറന്നു. ആ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന് പേരും വെച്ചു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പുത്രനെ കൃഷ്ണൻ എന്നാണ് ഇത്രയും പേര് വയ്ക്കുക. ഇപ്പോഴും ഭഗവാന് സമർപ്പിക്കുന്ന ആദ്യത്തെ ഓണക്കോടി ക്ഷേത്രം ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി തിരുമേനിയുടെ വകയായിരിക്കും. 2 ഓണക്കോടി. അന്ന് 2 ഓണക്കോടിയല്ലേ ചോദിച്ചു വാങ്ങിയത്. അതേപോലെ അദ്ദേഹവും 2 ഓണക്കോടിയാണ് ഭഗവാന് എല്ലാ വർഷവും ഓണത്തിന് സമർപ്പിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാൻ ഓണക്കോടി ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഈ ഒരു കഥ കൂടെ ഉണ്ട്. ചെറിയൊരു കഥയാണെങ്കിലും ഗുരുവായൂരപ്പൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു സംഭവ കഥയാണ് അല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ കേട്ടോ. ഇന്ന് നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്നലെ 5,62,213 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നാമജപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.